നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വയോധികൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ക്രൈംബ്രാഞ്ച് സംഘം വയോധികൻ താമസിച്ച മുറിയിൽ പരിശോധന നടത്തി. വടകര ജില്ലാ ആശുപത്രി പരിസരത്തെ മുറിയിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മനോഹരന്റെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം തുടരുന്നത്. 2.16 കോടി രൂപയുടെ വെട്ടിപ്പാണ് ഈ ഒരു സൊസൈറ്റിയിൽ നടന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടരുന്നത്. 22 ലക്ഷം രൂപ തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിം ആജി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ ഭാഗമായി സൊസൈറ്റിയിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. പിന്നാലെയാണ് ഈ മുറിയിൽ പരിശോധന നടത്തിയത്. ഉള്ള രേഖകൾ മുറിയിൽ നിന്നും കണ്ടെടുത്തതായാണ് വിവരം. പരിശോധന ഏറെ സമയം നീണ്ടു നിൽക്കുകയാണ്. തുടർ അന്വേഷണത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഇന്ന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നോക്കുകയാണ്, ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഈ നിക്ഷേപം എവിടേക്കുണ്ട്, വേറെ എവിടേക്കുണ്ട് അത് പരിശോധിച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് മകനടക്കമുള്ള മറ്റു കുടുംബങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് മൊഴി കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ കടത്തനാട് നേതൃത്വത്തിൽ ഈ കൂടുതൽ തരത്തിലുള്ള കിട്ടാനുള്ള പണം കിട്ടാനുള്ള ആളുകളുണ്ടോ അല്ലാതെ പരിശോധിച്ച് വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് പിന്നെ മറ്റു നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? ഏതെങ്കിലും റിപ്പോർട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുറന്നു പോയിട്ടുള്ളത്. 3 കേസുണ്ട്. 3 കേസിന്റെ അന്വേഷണം പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. നിലവിൽ എത്ര എത്ര അറിയോ? അത് കറക്റ്റ് അറിഞ്ഞോളൂ. അത് നിക്ഷേപം എന്താണ്? നിക്ഷേപം 22 ലക്ഷം മാത്രമേ ഉള്ളൂ. അതെല്ലാണോ എന്തെങ്കിലുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? എന്താണ് അവരൊക്കെ പറഞ്ഞത്? എത്രയൊക്കെയാണ് കൊടുത്തത്? അങ്ങനെ അറിയും. പിന്നെ ഇപ്പൊ മക്കളെ പേരിലോ അങ്ങനെയല്ല, വേറെ ആൾക്കാരുടെ പേരിലാക്കിയിട്ടുണ്ട്. സ്വന്തം പേരിൽ മാത്രമല്ല, മക്കളെ പേരിലും പിന്നെ മരക്കളെ പേരിലും അങ്ങനെ എല്ലാക്കിയിട്ടുള്ള ഉപ്പാന്റെ പേരിലും. പിന്നെ ഇതിന് വലിയ മനപ്രയാസത്തിലായിരുന്നു. അത് കിട്ടാണ്ടായ ഒരു പ്രയാസമുണ്ടായിരുന്നു. എങ്ങനെയാണ് മരണകാരണം എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? ആത്മഹത്യയിലേക്ക് നയിച്ചതാണെന്നാണ് വിചാരിക്കുന്നത്. അതാണ്. എനിക്കതിൽ എന്താണ് ഒരു ആക്ഷൻ പ്രതീക്ഷിക്കുന്നത്? അന്വേഷണം പെട്ടെന്നാക്കി ഓല അന്വേഷിക്കുന്നില്ല. ഇപ്പൊ ആത്മഹത്യയെക്കുറിച്ച് കണ്ടെത്താൻ കഴിയാത്ത എന്തുകൊണ്ടാണ് വിചാരിക്കുന്നത്? അങ്ങനെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തില് അതായിരിക്കും. പറയൂ എന്താണെങ്കിലോ. നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.